നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. അല്ല, നമ്മൾ ഓണത്തിൻ്റെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി ഓണം എന്നുള്ളതിൻ്റെ പേരിൽ ഒരു നടക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കൊറോണ നന്നായിട്ട് കയറി വരുന്ന ഒരു സമയമാണ്. വളരെ സേഫായിട്ട് വീട്ടിലിരുന്ന് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ആദ്യമേ അങ്ങ് പറഞ്ഞു തരാം, അങ്ങ് ചുരുക്കത്തിലങ്ങ് പറയുകയാണ്. നമ്മൾ പ്ലസ് ടു ഫിസിക്സ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പ്ലസ് ടുവിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫിസിക്സിൻ്റെ നിങ്ങൾക്ക് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക്, വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയുടെ നമ്മുടെ റെഗുലർ ക്ലാസ്സുള്ള ദിവസമല്ല, വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് നിങ്ങൾ ഉറപ്പായിട്ടും ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും +1 ഇമ്പ്രൂവ്മെന്റ് ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. +1 ഇമ്പ്രൂവ്മെന്റ് ഒരു നിമിഷവും ഒരു ദിവസവും കളയരുത്. സമയം പെട്ടെന്ന് കടന്നു പോകും. ആദ്യത്തെ പബ്ലിക് എക്സാം അതായിട്ട് വരും. പക്ഷെ +2 എന്നോടൊപ്പം വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഗവൺമെന്റ് ഒക്കെ പറഞ്ഞേക്കുന്നത് ജനുവരിയിലേക്ക് തുടങ്ങും എന്ന് പറയുന്നു. ഉറപ്പില്ല. ചിലപ്പം നിങ്ങൾക്ക് പരീക്ഷ മാത്രമായിട്ട് കാണുവാണെങ്കിൽ വളരെ 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 സീരിയസ് ആയിട്ട് അതിനെയും എടുക്കണം. മിനിമം ഒരു ഫിസിക്സ് എന്ന് പറയുന്ന വിഷയം ഒന്ന് കേട്ടാൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. 1 മണിക്കൂറൊക്കെ ഒന്ന് ആ രീതിയിൽ പഠിക്കണം. ആ രീതിയിൽ പഠിപ്പിച്ചു തന്നാൽ ആ രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ പറ്റിയാൽ +2 നമുക്ക് വളരെ ഈസി ആയിട്ട് വരും. അല്ലെങ്കിൽ +2 വളരെ കാര്യമായിട്ട് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ്. സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. അന്നേരം ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെപ്റ്റംബർ 10, എനിക്കൊന്ന് വ്യാഴാഴ്ച സെപ്റ്റംബർ 10 നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും, കേരളത്തിലുള്ള എല്ലാ കുട്ടികളിലേക്കും പാസ് ചെയ്യുന്നതാണ്. അത് CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, എല്ലാവർക്കും പാസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ആ വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ, +1 ഇമ്പ്രൂവ്മെന്റിലേക്ക് വരാം. ആദ്യമൊക്കെ നല്ല ഒരു കുതിച്ച് ചാട്ടം ഉണ്ടായിരുന്നു പഠിത്തത്തിൽ. നമുക്ക് ആ ഇമ്പ്രൂവ്മെന്റിന്റെ +1 മാർക്ക് കൊണ്ട് കിട്ടി കഴിയുമ്പോൾ നമുക്കുള്ള ആവേശം ഭയങ്കരമാണ്. അതുകൊണ്ട് നമ്മൾ ഡയമെൻഷൻസ് ഒരുപാട് പേര് പഠിച്ചു. ഒരുപാട് പേർ മെസ്സേജ് ഇങ്ങനെ വരുമ്പോൾ കാണാം, ഡയമെൻഷൻസ് പഠിച്ചു, അടുത്ത വന്ന മോഷൻ സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചു. ഇങ്ങനെ പഠിച്ച് ഓസിലേഷൻസ് ഒക്കെ തുടങ്ങും. വലിയ ചാപ്റ്റർ തുടങ്ങുമ്പോഴത്തേന് പഠിത്തത്തിന്റെ സ്ലോ ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. അതും സീരിയസ് ആണ്. അത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. കാരണം +1 വന്ന ഉഴപ്പ് +2 വീണ്ടും ആവർത്തിക്കുന്നിടത്താണ് നിങ്ങളുടെ പരാജയം. വീണ്ടും പഠിച്ച് വിജയിക്കുന്നിടത്താണ് നിങ്ങളുടെ അസാധാരണമായ വിജയമായിരിക്കും. അത് ഉറപ്പാണ്, സംശയം വേണ്ട. നിങ്ങൾ കഷ്ടപ്പെടുവാണെങ്കിൽ 100%, 100% ഡെഡിക്കേഷൻ മൊത്തം നിങ്ങൾ അതിനകത്ത് കൊടുക്കുക, നിങ്ങൾ വിജയിച്ചിരിക്കും. അന്നേരം ഈ ഓസിലേഷൻസ്, മോഷൻ എ പ്ലെയിൻ, ഓസിലേഷൻസ്, മോഷൻ ഇൻ എ പ്ലെയിൻ, ലാസ്റ്റിൽ വേവ്സ് തുടങ്ങി വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഇത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മോഷൻ എ പ്ലെയിൻ നന്നായിട്ട് എഴുതി പഠിക്കണം. മോഷൻ എ പ്ലെയിൻ കംപ്ലീറ്റ് തീർത്തു. വേവ്സ് വളരെ 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 ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വേവ്സ്. ഈ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കണം. അത് വൃത്തിയായിട്ട് നോട്ട്സ് PDF ആയിട്ട് പലരും ഇപ്പോഴും പറയുന്നുണ്ട്, സാറേ നോട്ട്സ് കിട്ടിയില്ല. കൃത്യം ഡേറ്റ് വൈസ് ആയിട്ട് സെപ്റ്റംബർ 2, ഓഗസ്റ്റ് 30, ഓഗസ്റ്റ് 25 കൃത്യം ഡേറ്റ് ആയിട്ട് അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഇതെല്ലാം ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 10 വിട്ടുപോയത് നിങ്ങളുടെ +2 കുറിച്ച് വളരെ സീരിയസ് ഒരു ടോക്കാണ്. നിങ്ങളുടെ ഫിസിക്സിനെ കുറിച്ച്, +2 ഫിസിക്സിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് അന്നേരം ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. +2 അഡ്മിഷൻ എല്ലാവരും ചോദിച്ചു, സാറേ ഓഗസ്റ്റ് 30 വരെ ഉള്ളൂ. ഓഗസ്റ്റ് 30 വരെ ഉള്ളായിരുന്നു യഥാർത്ഥത്തിൽ, ഓഗസ്റ്റ് 30 വരെ. പക്ഷേ രക്ഷകർത്താക്കൾ വീണ്ടും വിളിക്കും, ഒരുപാട് പേർക്ക് കിട്ടാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഞാനത് സെപ്റ്റംബറിലോട്ട് അങ്ങ് നീട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെയിലേക്ക് നീട്ടിയിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് ക്ലാസ് ഓൾറെഡി, എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ചോദിച്ചു നോക്കി അറിയാം, ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പുതുതായിട്ട് വരുന്നവർക്ക് ആദ്യം ഒരു ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സമയം അതിനും കളയരുത്. 7 മണി മുതൽ 10 മണി വരെ വിളിക്കാനുള്ള സമയം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. മാക്സിമം വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എല്ലാ ദിവസവും പറയുന്ന പോലെ ഉറപ്പായിട്ടും ഞാനുണ്ട്. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 101% തിരിച്ച് ഞാൻ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറായി നന്നായിട്ട് പഠിക്കുക. അന്നേരം നമുക്ക് വേവ്സ് സമയങ്ങളില്ല. വേവ്സിന്റെ വളരെ 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 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എല്ലാ മാർക്കുകളാണ്. ഇതിനകത്ത് ഏതെടുത്ത് കളയണം എന്ന് നമുക്കില്ല, ഏത് പാർട്ട് എടുത്ത് കളയണമെന്നില്ല. എല്ലാം മാർക്സിന്റെ ഇതാണ്. നല്ല ഡെറിവേഷൻസ് ആണ്. അത് നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ചാൽ മതിയല്ലോ.
ഈസി ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈസി നമുക്ക് ഫിനിഷ് ചെയ്ത് പടപടപടപ്പനെ നമുക്ക് നല്ല മാർക്ക് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നാലും നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് എവിടാണ്? സ്റ്റാൻഡിങ് വേവ്സ്. അന്നേരം ഓർക്കണം, വേവ്സിന്റെ ആദ്യത്തിനകത്ത് കുറേ ടോപ്പിക്സ് നമ്മൾ പഠിച്ചു. അതിനകത്ത് പഠിപ്പിച്ച് നിർത്തിയത് സ്റ്റാൻഡിങ് വേവ്സ്, സ്റ്റേഷനറി വേവ്സ് എന്താണെന്നും നോഡ് എന്താണെന്നും ആന്റി നോഡ് എന്താണെന്നും അതിന്റെ സ്റ്റാൻഡിങ് വേവ്സിന്റെയും സ്റ്റേഷനറി വേവ്സിന്റെയും പ്രോപ്പർട്ടീസും. ഇനി നമുക്ക് അതിന്റെ ഡെറിവേഷൻ പഠിക്കാം. ഡെറിവേഷൻ ഓരോ സ്റ്റെപ്പും ക്ലിയർ കട്ടായിട്ട് പഠിക്കണം. ഓക്കെ, നോക്കി അന്നേരം നമ്മൾ ആ സ്റ്റാൻഡിങ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ് പഠിക്കാൻ പറഞ്ഞു. രണ്ട് വേവ് ഉണ്ട്. ഒരു വേവ് ഇങ്ങനെ പോകുന്നു, തിരിച്ച് മറ്റൊരു വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കും. ആദ്യത്തെ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ y1 ആയിട്ട് എടുക്കുന്നു, രണ്ടാമത്തെ y2 ആയിട്ട് എടുക്കുന്നു. നമ്മൾ പ്രോഗ്രസീവ് വേവിന് അത് ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ പ്രോഗ്രസീവ് വേവിന്റെ ലാസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. a sin 2π by lambda vt minus x. നമ്മൾ ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഒന്നും എടുക്കുന്നില്ല നിങ്ങളുടെ ഡെറിവേഷനിൽ. ബാക്കിയുള്ള ടേംസ് മൊത്തം എടുത്തു. a sin 2π by lambda vt minus x. a എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കണം, സൈന്റെയും കോസിന്റെയും ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നതിന് മുമ്പ് കിടക്കുന്നത് നമ്മൾ പ്രോബ്ലം ആയിട്ട് ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ആണ് a എന്ന് പറയുന്നത്. a sin 2π by lambda vt minus x. ഇത് y1. y2 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ സഞ്ചരിക്കുന്നതാണെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിക്കുന്നതാണ് വേവ് ആണിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് y2. ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു മൈനസ് കൊടുത്തു. അവിടെ ശ്രദ്ധിക്കണം, ഇവിടെ a, ഇത് മൈനസ് a, ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് a sin 2π by lambda. ഇവിടെയും പലരും തെറ്റിക്കും. ഇത് vt minus x ആയതുകൊണ്ട് ഇത് vt plus x ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ രണ്ട് ഇക്വേഷൻ ക്ലിയർ ആക്കണം ആദ്യം, എന്നാലും മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് വെച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അന്നേരം y1 a sin 2π by lambda vt minus x ക്ലിയർ ആക്കണം. y2 ഓപ്പോസിറ്റ് ആണ് മൈനസ് a sin 2π a sin 2π by lambda minus a sin 2π by lambda vt plus x. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വേവ്സ് കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ മിക്സ് ചെയ്യുക. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റേഷനറി വേവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്സ് കിട്ടുന്നത്. ആഡ് ചെയ്യാമല്ലോ. അന്നേരം y is equal to y1 plus y2. അതിന് മുമ്പ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, സെന്റൻസ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. Superposition simply means addition or mixing of waves. y is equal to y1 plus y2. y is equal to y1 ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ മുകളിൽ ശ്രദ്ധിച്ചോണം, a sin 2π by lambda vt minus x. പിന്നെ പ്ലസ് y1 പ്ലസ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് കൊടുത്തു. ഒറ്റ സ്റ്റെപ്പ് എഴുതാമെന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. പ്ലസ് പിന്നെ ഇവിടുത്തെ ഒരു മൈനസ് a sin 2π by lambda vt plus x. ഇത് ക്ലിയർ ആയി. അപ്പൊ 1 2 3 4 സ്റ്റെപ്പ് നമ്മൾ ക്ലിയർ ആയി. അഞ്ചാമത്തെ സ്റ്റെപ്പ് പ്ലസ് ഇൻറ്റു മൈനസ് പറഞ്ഞാൽ മൈനസ്. അത്രേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് y is equal to a sin 2π by lambda vt minus x minus a sin 2π by lambda vt plus x. നിങ്ങൾക്ക് ഇത് ഒറ്റ സ്റ്റെപ്പ് എഴുതാമെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഇതിലോട്ട് കയറി വരാം. പക്ഷെ എല്ലാവർക്കും മനസ്സിലാകാൻ ഞാൻ പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് എല്ലാ സ്റ്റെപ്പുകളും എഴുതി തരുന്നത്. a sin 2π by a sin 2π by lambda vt minus x minus a sin 2π lambda vt plus x. ഓക്കെ, y is equal to രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്. a ഉണ്ടല്ലോ, sin 2π by lambda ഉണ്ടല്ലോ, രണ്ടിടത്തും vt ഉണ്ടല്ലോ. അങ്ങനല്ല, a മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത് sin 2π by lambda vt minus x sin 2π by lambda vt plus ഒരു ഫംഗ്ഷൻ ആണ്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും നിങ്ങൾക്ക് അറിയാം, അറിഞ്ഞിരിക്കണം. അന്നേരം രണ്ടിടത്തും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് a ആണ്. അന്നേരം y is equal to a കോമൺ ആയിട്ട് അങ്ങ് എടുത്തു. സൈൻ ബാക്കി അതുപോലെ അങ്ങ് എഴുതുക. sin 2π by lambda vt minus x minus sin 2π by lambda vt plus x. ഇത്രയും ക്ലിയർ ആണല്ലോ. അന്നേരം ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ഇവിടെ വരെ നമ്മളിങ്ങനെ എഴുതി വരും, ഇവിടെ വരെ എഴുതി വരും. അടുത്തത് അറിയണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോക്കിയേ, ഇത് ട്രിഗണോമെട്രിയിൽ മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. സൈൻ എ മൈനസ് സൈൻ ബി എന്നാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്റെ നോട്ടിനകത്ത് ഇത് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചേക്കുന്നത് ഇങ്ങനെയാണ്.
2 cos a plus b by 2 അങ്ങനല്ലേ? 2 cos a plus b by 2 sin a minus b by 2. 2 cos a plus b by 2 sin a minus b by 2 എന്നാണ്. ഞാൻ ആ ഇക്വേഷനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ, വേറെ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല, ട്രിഗണോമെട്രിയെ ആക്ഷേപിച്ചിട്ടൊന്നുമില്ല. 2 sin a minus b by 2 cos a plus b by 2 ഒന്ന് റീഅറേഞ്ച് ചെയ്ത്, കാരണം നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ആ രീതിയിൽ കിട്ടണം. അന്നേരം 2 sin a minus b by 2 cos a plus b by 2. പലർക്കും പിന്നെ കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ഡൗട്ട് വരും, എ ഏതാണ് ബി ഏതാണ്, ഭയങ്കര കൺഫ്യൂഷൻ. അതിന് എളുപ്പമാർഗമാണ് എ ആയിട്ട് നിങ്ങൾ വി ടി മൈനസ് എക്സ് എടുക്കുക, പിന്നെ അങ്ങ് എളുപ്പമാവും ഇത് ചെയ്യാൻ. എ ആയിട്ട് നിങ്ങൾ വി ടി മൈനസ് എക്സ് എടുക്കുക, ബി ആയിട്ട് നിങ്ങൾ വി ടി പ്ലസ് എക്സ് എടുക്കുക. അതുകൊണ്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വളരെ സിമ്പിളായി. എ ആയിട്ട് വി ടി മൈനസ് എക്സും ബി ആയിട്ട് വി ടി പ്ലസ് എക്സും. ക്ലിയർ? എന്നിട്ട് നോക്കി നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതിനകത്ത് അടുത്ത ഇമ്പോർട്ടൻസ്. y is equal to a into sin a minus sin b. 2 sin ന്റെ കൂട്ടത്തിൽ വരുന്ന ഫംഗ്ഷൻ ആണ് 2π by lambda, അത് കളയാൻ പാടില്ല. 2 sin 2π by lambda a minus b by 2. a ആയിട്ട് എന്തെടുക്കാം? vt minus x മൈനസ് b ആയിട്ട് എന്തെടുക്കാം? vt plus x by 2. a minus b by 2. കണ്ടോ? എളുപ്പമല്ലേ? അടുത്ത cos a plus b by 2. കോസിന്റെ കൂട്ടത്തിൽ 2π by lambda a plus b by 2 vt minus x plus vt plus x by 2. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയിരിക്കും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് ഇതാണ്. വളരെ ഇവിടെ തെറ്റിയാൽ മൊത്തം തെറ്റും. അന്നേരം എപ്പോഴും ഓർക്കുക, നല്ലപോലെ എഴുതി പഠിക്കാനുണ്ട്. അന്നേരം ഇത്രയും കാര്യങ്ങൾ 1 2 3 4 5 6 7 സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. നമുക്ക് 8ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. വീണ്ടും കണ്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കണം. പിന്നെ വീണ്ടും പഠിക്കേണ്ട ഒരു ആവൃത്തി വരരുത്, അതുപോലെ എഴുതി വൃത്തിയായിട്ട് പഠിച്ചോ, എഴുതി പഠിക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. നമ്മളിലെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് വളരെ സൂക്ഷിച്ച് ചെയ്യണം. വളരെ ആദ്യം മൂലം സൂക്ഷിച്ച് ചെയ്യണം, ലാസ്റ്റ് വളരെ സൂക്ഷിച്ച് ചെയ്യണം എന്ന് പറയുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതിപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ആണ്. y is equal to a 2 sin 2π by lambda രണ്ടുകൂടെ കൂട്ടിയത് vt minus x minus vt plus x by 2 cos 2π by lambda vt minus x plus vt plus x by 2. നിങ്ങൾ നോക്കി അകത്തോട്ട് അങ്ങ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. y is equal to a sin 2 sin 2π by lambda മൈനസ് അകത്തോട്ട് അങ്ങ് നോക്കിയ vt minus x minus vt മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് എക്സ് ബൈ 2. ഒന്നുകൂടെ പറയാം, vt minus x minus vt മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് എക്സ് ബൈ 2 cos 2π by lambda. ഇവിടെ നിങ്ങൾ നോക്കിയേ vt minus x plus vt plus x ൽ മൈനസ് എക്സും പ്ലസ് എക്സും പോയി. vt plus vt എന്ന് പറഞ്ഞാൽ 2vt by 2. അതാണ് ഈ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് ക്ലിയർ ആയി. ഓക്കെ, അടുത്ത നമുക്ക് ഇവിടെ എന്തൊക്കെ വെട്ടാനുണ്ടെന്ന് നോക്കിയേ. vt മൈനസ് vt ക്യാൻസൽ ചെയ്യും. അന്നേരം അടുത്ത സ്റ്റെപ്പ് y is equal to a, അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു 2 sin 2π by lambda vt മൈനസ് vt ക്യാൻസൽ ആയി. മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 2x by 2. മറ്റേ അതുപോലെ തന്നെ എഴുതി cos 2π by lambda 2vt by 2. 2 ഇവിടെ വെട്ടിക്കളയാൻ പറ്റാഞ്ഞിട്ടല്ല, അടുത്ത സ്റ്റെപ്പിൽ അത് ക്ലിയർ ചെയ്യാം. അന്നേരം ശ്രദ്ധിച്ചോണം, a into 2 sin 2π by lambda vt minus vt പോയി minus 2x by 2 cos 2π by lambda 2vt by 2. ഓക്കെ, വാ അടുത്തത് ക്ലിയർ കട്ടാവുന്ന സ്റ്റെപ്പാണ്. ശരിക്കും ശ്രദ്ധിച്ചോണം. y is equal to a into ഈ 2 2 അങ്ങ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് എക്സ് വരും. ഞാൻ എന്നെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഈ മൈനസ് ഞാൻ ആദ്യം കൊടുക്കുകയാണ്, 2 മുമ്പ് കൊടുക്കുകയാണ്. അന്നേരം മൈനസ് 2, ബാക്കി എന്ത് വരും? സൈൻ 2π by lambda, അതിന്റെ കൂട്ടത്തിൽ ഈ എക്സ് അങ്ങ് എഴുതി. അത് നമുക്ക് ഇങ്ങനെ അങ്ങ് എഴുതാം, അറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് 2 സൈൻ 2πx by lambda മൈനസ് 2 സൈൻ 2πx by lambda. ഇവിടെ ഈ 2 അങ്ങ് വെട്ടിക്കളയാമല്ലോ, അവിടെ വെച്ച് വെട്ടിക്കളയുന്ന ഒരു സ്റ്റെപ്പായിട്ട് അങ്ങ് പോട്ടെന്ന് വിചാരിച്ചാണ്. കോസ് ബാക്കി എന്ത് വരും? 2π vt 2π into vt by lambda. ഈ സ്റ്റെപ്പും വളരെ ശ്രദ്ധിക്കണം, കാരണം എടുത്ത് എഴുതുമ്പോഴെല്ലാം വളരെ ശ്രദ്ധിച്ചെഴുതേണ്ടതാണ്. മൈനസ് 2 സൈൻ, ഈ മൈനസ് ഇങ്ങോട്ടിങ് വന്നതാണ് മൈനസ് 2 സൈൻ, ബാക്കിയെല്ലാം ഒരുമിച്ച് അങ്ങ് എഴുതി 2π into x by lambda cos 2π vt by lambda. ഓക്കെ, അടുത്തത് ഇത്രയേ ഉള്ളൂ. a കൊണ്ട് അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ അങ്ങ് റീഅറേഞ്ച് ചെയ്തു.
ആദ്യം -2a അകത്തോട്ട് അങ്ങ് എടുത്തു a, ബാക്കി അതുപോലെ തന്നെ sin 2πx/λ cos 2πvt/λ. ഇത്രയും ക്ലിയർ ആണ്. നിങ്ങളിത് ജന്മത്തിൽ വായിച്ചു പഠിച്ചാൽ, നിങ്ങളുടെ ഒരു 10 വട്ടോ 50 വട്ടോ ഇത് വായിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡെറിവേഷൻ എഴുതാൻ പറ്റത്തില്ല. അവിടാണ് നമുക്ക് +1 വന്ന പരാജയം. നന്നായിട്ട് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഉറപ്പിച്ചോണം, അവർ നന്നായിട്ട് കഷ്ടപ്പെട്ട് എഴുതി നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. വായിച്ചു പഠിച്ചാൽ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കും? അന്നേരം നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. സ്റ്റെപ്പുകൾ കൂടുമ്പോൾ ഇതങ്ങ് വിട്ടേക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത കിട്ടും. ചിലപ്പം ഇതായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത്. കഷ്ടപ്പെട്ട് വേണം +1 ഇംപ്രൂവ്മെന്റ്. നമ്മൾ ഒരു വട്ടം പഠിച്ചതാണ്, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എഴുതി നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തോന്നും. കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. A ആയിട്ട് B ആയിട്ട് എടുക്കേണ്ടത് എന്താണ്, ഇതെല്ലാം നിങ്ങൾ ഓർത്തിരുന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടൈം ഫ്രെയിമിൽ എഴുതി തീർക്കാൻ പറ്റും. എഴുതി പഠിക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്. എന്നിട്ട് നമ്മള് ബേസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡെറിവേഷൻസ് ഉണ്ട്, ചെറിയ 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 ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ വോളിയത്തിനകത്ത് പറഞ്ഞായിരുന്നു ലാപ്ലേസ് കറക്ഷൻ, അങ്ങനെയുള്ള ടോപ്പിക്സുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്, V = ന്യൂ ലാംഡ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ്. അങ്ങനെ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ഓർ 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഓവർടോൺസ് ആൻഡ് ഹാർമോണിക്സ്. നമ്മൾ ഓപ്പൺ പൈപ്പും ക്ലോസ് പൈപ്പും എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒക്കെ. ഒറ്റ സെന്റൻസുകൾ ചെയ്തുള്ളൂ, ഈസി ആയിട്ട് പഠിക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. വാട്ട് ഈസ് യു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി? ദി ലോവസ്റ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഏറ്റവും ബേസ് ആയിട്ടുള്ള, ഏറ്റവും ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് തന്നെ ബേസ് എന്നുള്ള, ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ന്യൂ ആണ്. ന്യൂ ഫ്രീക്വൻസി. ദി ലോവസ്റ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ലോവസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഏതാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ഓവർടോൺസ്. ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ഓവർടോൺസ്. ഡിനോട്ട് ചെയ്യുന്നത് ന്യൂ1, ന്യൂ2, ന്യൂ3, ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, എക്സെട്ര. ലോവസ്റ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ഓവർടോൺസ്. ഡിനോട്ട് ചെയ്യുന്ന ബ്രാക്കറ്റിലും കൊടുത്തേക്കണം ന്യൂ1, ന്യൂ2, ന്യൂ3. എന്താണ് ഈ ഹാർമോണിക്സ്, ഹാർമണി എന്നൊക്കെ പറയുന്ന സാധനം? ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ ആ, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം, 1 ന്യൂ, 2 ന്യൂ, 3 ന്യൂ. ഇത് രസമായിട്ട് പഠിക്കാം. 3 3 ടേം അങ്ങ് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നില്ലേ? വാട്ട് ഈസ് ബി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി? ദി ലോവസ്റ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഡിനോട്ട് ലെറ്റർ ന്യൂ, ബ്രാക്കറ്റ് ന്യൂ എന്ന് കൊടുത്തേക്കണം. The highest frequency is called overtones, letter ന്യൂ1, ന്യൂ2, ന്യൂ3, etc. Integral multiple of fundamental frequency is called harmonics, 1 ന്യൂ, 2 ന്യൂ, 3 ന്യൂ, etc. ഇത്രയും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. വളരെ 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 സീരിയസ് ആയിട്ട് പഠിക്കുക. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട്, ഒന്നും നമ്മൾ നിസ്സാരമായിട്ട് കണ്ടത്. അത് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. കാരണം ഈ ഇക്വേഷൻ അങ്ങോട്ട് ഡിറൈവ് ചെയ്ത് കിട്ടുമ്പോൾ ആ ഇക്വേഷന്റെ ഫൈനൽ ഇക്വേഷൻ വെച്ച് നമുക്ക് 3 ലോസ് പഠിക്കാനുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വേണം ഇത് പഠിക്കാൻ. മാത്രമല്ല ഓപ്പൺ പൈപ്പും ക്ലോസ് പൈപ്പിനും കുറച്ച് ഫിഗേഴ്സ് ആവശ്യമാണ്. ആ ഡയഗ്രാംസ് എല്ലാം നിങ്ങൾ നോക്കണം. ഇവിടെ ഒരു പടം വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പടം വരയ്ക്കുന്ന അത്ര വലിയ ഇതൊന്നുമില്ല. നിങ്ങൾ വൃത്തിയായിട്ട് പടം വരയ്ക്കണം. എൻ്റെ നിങ്ങൾ പടം വരയ്ക്കുന്നത് നോക്കണം. ഞാൻ കുട്ടികളെ കൊണ്ടാണ് ബോർഡിലും നോട്ട്സിനകത്തൊക്കെ പടം വൃത്തിയായിട്ട് വരപ്പിക്കുന്നത് കേട്ടോ. അത് കുട്ടികൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കഴിവാണ് കേട്ടോ. ശകലം വീക്ക്നെസ് ആണ്. നിങ്ങൾ ആ വീക്ക്നെസ് അതുപോലെ വരരുത്. പടം നോക്കിയേ. ഇതൊരു സ്ട്രിങ് ആണ്, ഒരു ഫുൾ സ്ട്രിങ് ആണ്. 2 N എന്ന് പറയുന്നത് എന്തോ നോഡാണ്, A എന്ന് പറയുന്നത് എന്താണ് ആന്റി നോഡാണ്. ഒരു 2 നോഡ്, ഒരു ആന്റി നോഡ്, ഒരു ഫുൾ സ്ട്രിങ് അല്ലേ? അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറഞ്ഞു. ഇവിടെ 2 സ്ട്രിങ് ഉണ്ട്, അതിന് സെക്കൻഡ് ഹാർമോണിക് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ 2 പടം ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുക. ഒരു ഫുൾ, നമുക്കറിയേണ്ടതേ ഉള്ളൂ, ഒരു ഫുൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്താ മറക്കാനേ പാടില്ല. ഒരു ഫുൾ സ്ട്രിങ് ഇത്രയും ഭാഗത്തിന്റെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കണം. ഇതാണ് വേവ്സിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്. λ/2 ആണ്. ഒരു ഫുൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും മുതൽ ഇവിടം വരെ ഉള്ളത് λ/2. അങ്ങനെയാണെങ്കിൽ പകുതി, ഈ സ്ട്രിങ്ങിന്റെ പകുതി എന്തുമായിരിക്കും?
ലാംഡ ബൈ ടു എന്നല്ലേ വരുന്നത് എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ 4. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ഹാഫ് ആണ്, പകുതിയാണ്. നമ്മൾ ഓപ്പൺ പൈപ്പും ക്ലോസ് പൈപ്പിലൊക്കെ പകുതി എടുക്കാൻ പറയും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഫുൾ ലെങ്ത് ആണെങ്കിൽ L = ലാംഡ ബൈ 2, പകുതിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ലാംഡ ബൈ 4. ഇതിൽ നിന്ന് നോക്കിയേ ലാംഡ = ഞാൻ ഇങ്ങനെ എഴുതാറുണ്ട്, ലാംഡ = 12. ലാംഡ = 12. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ V = ഞാൻ പറഞ്ഞു ചെറുതാണ്, ഇവൻ വളരെ ചെറിയവനാണ്, പക്ഷെ വളരെ പ്രാധാന്യമുള്ളവനാണ്. ചെറുതായാലും വളരെ പ്രാധാന്യമുള്ളവരാണ്. V = ന്യൂ ലാംഡ. എന്റെ ആദ്യത്തെ ബേസിന്റെ ക്ലാസ്സിൽ ഇത് പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാണ്. V = ന്യൂ ലാംഡ. അതിൽ നിന്ന് ന്യൂ = എങ്ങനെ എഴുതാം? V ബൈ ലാംഡ. ന്യൂ = V ബൈ ലാംഡയ്ക്ക് പകരം നമുക്ക് 12 കൊടുക്കാമല്ലോ. അന്നേരം ന്യൂ = V ബൈ 12. അതുകൊണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വല്ലതും കൊടുത്തു. ന്യൂ = V ബൈ 12. ഇനി ട്രാൻസ്വേഴ്സ് വൈബ്രേഷന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു മെയിൻ ഇക്വേഷൻ ഞാൻ നിങ്ങളെ ആദ്യത്തെ ബേസിന്റെ ആദ്യത്തെ യൂണിറ്റ് പഠിപ്പിച്ചു. V √T/m. ഒന്നുകൂടെ ഞാൻ പറയാം. T is the tension of the string and m is the mass per unit length. Mass per unit length. അവിടെ ഞാൻ പറഞ്ഞത് m എന്ന് പറയുന്നത് സ്മോൾ m ബൈ l ആണ്, കാരണം മാസ് പെർ യൂണിറ്റ് ലെങ്ത് പ്രോബ്ലത്തിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. V √T/m. ഓക്കെ, അന്നേരം ഈ ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു. ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ അങ്ങ് എഴുതുകയാണ്. ന്യൂ = V ബൈ 12 എനിക്ക് ഇങ്ങനെ എഴുതരുതോ? ന്യൂ = V ബൈ 12 ഇങ്ങനെ എഴുതാമല്ലോ, 1/12 ഇൻറ്റു V. 1/12 ഇൻറ്റു V. അതുകൊണ്ട് ഈ വിയുടെ സ്ഥാനത്തോട്ട് നമുക്ക് കണ്ടിതം കൊടുക്കാം ഇക്വേഷൻ നമ്പർ 2. അന്നേരം ന്യൂ = എന്ത് വരും? 1/12 ഇൻറ്റു വിയുടെ സ്ഥാനത്തോട്ട് √T/m. വളരെ 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ന്യൂ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ന്യൂ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ലെറ്റേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് എഴുതിയ തെറ്റാണ്. ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. ഏതിന്റെ ലെങ്ത് ആകും? സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. T ടെൻഷൻ ഓഫ് ദി സ്ട്രിങ്. M മാസ് എന്ന് എഴുതിയാൽ തെറ്റാണ്. എന്താണ് എഴുതണം? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. മാസ് പെർ യൂണിറ്റ് ലെങ്തിന് മറ്റൊരു പേരും പറയാം. ലീനിയർ ഡെൻസിറ്റി. ലീനിയർ ഡെൻസിറ്റി. അന്നേരം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ന്യൂ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, L ലെങ്ത് ഓഫ് ദി സ്ട്രിങ്, T ടെൻഷൻ ഓഫ് ദി സ്ട്രിങ്, M മാസ് പെർ യൂണിറ്റ് ലെങ്ത്, അല്ലെങ്കിൽ മറ്റൊരു പേര് ലീനിയർ ഡെൻസിറ്റി. ഓക്കെ, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പഠിച്ചു. ഒരു സ്ട്രിങ്ങിന്റെ ഫുൾ ലെങ്ത് ലാംഡ ബൈ 2, പകുതിയാണെങ്കിൽ ലാംഡ ബൈ 4. അത് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. ന്യൂ = 1/12 ഇൻറ്റു √T/m. ഇത് വെച്ചാണ് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ലോസ് പഠിക്കാൻ പോവാം. ഞാൻ ഒന്നുകൂടെ പറയാം. ഡയമെൻഷനകത്ത് ഏക പ്രിൻസിപ്പിൾ, ഒന്ന് റിവിഷൻ ചെയ്യുന്ന പോലെ നമുക്ക് കേൾക്കാം. ഡയമെൻഷനകത്ത് ഏക പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഏക ലോ ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. പെട്ടെന്ന് പറയണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് പഠിപ്പിക്കുന്ന ഏക ലോ അല്ലെങ്കിൽ ഏക പ്രിൻസിപ്പിൾ. വേവ്സിനകത്ത് വേറെ ഒരു ലോസും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഈ 3 ലോ മാത്രമേ ഉള്ളൂ. പ്രത്യേക പേരുകളൊന്നും ഇല്ല. ഈ ലോസ് ചോദിക്കുകയാണെങ്കിൽ ഈ 3 ലോസ് മാത്രമേ ഉള്ളൂ. അത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷനായിട്ട് കണക്ട് ചെയ്താണ്. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് 3 ലോസ് സിമ്പിൾ ആയിട്ട് പഠിക്കും. ഓക്കെ, അടുത്ത വേവ്സിനകത്ത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ലോസ്. ഈ 3 ലോസ് മാത്രമേ വേവിനകത്ത് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ കുറെ ടിപ്സ് ഉണ്ട് ഇതിനകത്ത്. വേവ്സിനകത്ത് വേറെ ലോസ് ഒന്നും കൺഫ്യൂഷൻ വരേണ്ട യാതൊരു വിഷയമില്ല. ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. Loss of transverse vibration of a stretched spring. Stretched string or spring. Stretched string. ഈ ഇക്വേഷൻ നിങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, ന്യൂ = 1/12 ഇൻറ്റു √T/m. ഇതങ്ങ് പറപ്പിച്ച് പഠിക്കണം. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 3 ലോസിൽ ഫസ്റ്റ് ലോ എന്ത് എളുപ്പം അറിയാൻ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നല്ല രസമാണ്. ഫിസിക്സിനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. ന്യൂ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. എല്ലും ന്യൂവും തമ്മിൽ എന്തുവാ? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണോ? അത് ഈ മൂല്യം വന്നിരുന്നെങ്കിൽ അത് എല്ല് മൂല്യം വന്നിരുന്നെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. ഇത് താഴെയാണ് അല്ലെങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ന്യൂ ഈസ് പ്രൊപ്പോർഷൻ. ഇൻവേഴ്സ്ലി ആവും 1/L. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നിങ്ങൾ സെന്റൻസ് ആയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ഓഫ് ദി സ്ട്രിങ്.
ഫസ്റ്റ് ലോ കഴിഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ എൽ എൽ എഴുതുള്ളൂ, ബാക്കി താണ്ട് ഇവൻ രണ്ടെണ്ണം കിടപ്പുണ്ടല്ലോ, വേർ ടി ആൻഡ് എം. എന്നാലും വേറെ അതിന്റെ താഴോട്ട് എഴുതണം, വേർ ടി ആൻഡ് എം ആർ കോൺസ്റ്റൻസ്. മനസ്സിലായോ? ഏതെടുക്കുന്നോ ബാക്കി രണ്ടെണ്ണം കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങ് എടുത്തേക്കുക. ടി എടുത്താൽ എല്ലും എമ്മും കോൺസ്റ്റന്റ്, എം എടുത്താൽ എല്ലും ടിയും കോൺസ്റ്റന്റ്. അന്നേരം നിങ്ങൾ ആദ്യം ഇക്വേഷൻ കൊണ്ട് എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം, സെന്റൻസ് എഴുതണം. ലോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ്, താഴെ വേർ ടി ആൻഡ് എം ആർ കോൺസ്റ്റന്റ്. അങ്ങനെയാണ് ഈ സെക്കൻഡ് ലോ. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, അത് ചിലപ്പം ചിലരങ്ങ് തെറ്റിക്കും. സെക്കൻഡ് ലോ എളുപ്പമാണെങ്കിലും ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ, ഇത് റൂട്ടിലാണ് മൊത്തത്തിൽ കിടക്കുന്നത്. റൂട്ട് ഓഫ് ടി ബൈ എം, റൂട്ട് ഓഫ് ടി ബൈ എമ്മിനെ നമുക്ക് രണ്ടായി എടുത്താൽ റൂട്ട് ടി ബൈ റൂട്ട് എം എന്ന് എഴുതാമല്ലോ. രണ്ടാമത്തെ ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. അന്നേരം നമ്മൾ എങ്ങനെ പറയും, ഇതിനെ എങ്ങനെ പറയാൻ പറ്റും? കാരണം റൂട്ട് ടി എന്നുള്ളത് റൂട്ട് ടി തന്നെ കിടക്കണം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെൻഷൻ ഓഫ് ദി സ്ട്രിംഗ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെൻഷൻ ഓഫ് ദി സ്ട്രിംഗ്. അത് ഏതൊക്കെയാ കോൺസ്റ്റന്റ്? വേർ എൽ ആൻഡ് എം ആർ ഉണ്ട്, എൽ ആൻഡ് എം ആർ കോൺസ്റ്റന്റ്സ്. ഇവിടെ ലോ എഴുതിയേക്കണം, ലോ എഴുതണം. സിമ്പിൾ അല്ലേ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെൻഷൻ ഓഫ് ദി സ്ട്രിംഗ്. ഓക്കെ, മൂന്നാമത്തെ തേർഡ് ലോ. അതങ്ങനെ നിങ്ങൾ പറയും, നിങ്ങൾ നോക്കി ഇക്വേഷൻ അങ്ങോട്ട് എഴുതി, ഇക്വേഷൻ സൈഡിലോട്ടൊന്ന് എഴുതിയിട്ടാ കഴിഞ്ഞാൽ എളുപ്പമല്ലേ? ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു എം താഴെയായിട്ടാണ്. അന്നേരം നമുക്ക് റൂട്ട് ഓഫ് വേണ്ട, ഇങ്ങനെ എഴുതിയാൽ 1/√m ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, എം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതെങ്ങനെ എഴുതാം? ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എമ്മിനെ എന്തോ ഞാൻ പറഞ്ഞ വെറും മാസ് എന്ന് എഴുതിയാൽ അവർ വെട്ടി കണ്ടിച്ചു കളയും. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓർ ലീനിയർ ഡെൻസിറ്റി, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓർ ലീനിയർ ഡെൻസിറ്റി. ക്ലിയർ? ഇവിടെ ഏതൊക്കെ കോൺസ്റ്റന്റ്? വേർ എം എടുത്തു കഴിഞ്ഞാൽ വേറെ ഏതൊക്കെയുണ്ട്? എൽ ആൻഡ് ടി ആർ കോൺസ്റ്റന്റ്സ്. എന്റെ നോട്ടിനകത്ത് ഇത് കഴിയുമ്പോൾ ടി ആൻഡ് എം ആർ കോൺസ്റ്റന്റ് എഴുതിയിട്ടില്ല, അത് നിങ്ങൾ അങ്ങ് എഴുതിക്കുവാണ് നോട്ടിനകത്ത്, വേർ ടി ആൻഡ് എം ആർ കോൺസ്റ്റന്റ്സ്. ഇത്രയും കാര്യം ഒരു 3 മിനിറ്റ് കൊണ്ട് പഠിച്ചു നിങ്ങൾ തീരും. ഈ ഇക്വേഷൻ മനസ്സിലങ്ങ് ഓർമ്മിച്ചോണം. ഇനി നമ്മൾ പോകുന്നത് ബാഹുബലിയിലേക്കാണ്. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്. എത്ര സിമ്പിളായിട്ട് പഠിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഡയഗ്രം ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അന്നേരം വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും. അന്നേരം ഇതിന്റെ ഹെഡിങ് എന്ന് പറയുന്നതാണ് വൈബ്രേഷൻ ഓഫ് എയർ കോളംസ്. വൈബ്രേഷൻ ഓഫ് എയർ കോളംസ്. രണ്ടു തരം പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പും ഓപ്പൺ പൈപ്പും. എന്താണ് ഈ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഇറ്റ് ഈസ് എ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. നിങ്ങൾ ഈ ഫിഗർ നോക്കി, ഈ എൻഡ് ക്ലോസ്ഡ് ആണ്, ഈ എൻഡ് എല്ലാം ഓപ്പൺ. ഒരു എൻഡ് ക്ലോസ്ഡും ഒരു എൻഡ് ഓപ്പണും ആണെങ്കിൽ അത് ഏത് പൈപ്പ്? ക്ലോസ്ഡ് പൈപ്പ്. തെറ്റിപ്പോകരുത്. ഇറ്റ് ഈസ് എ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഓപ്പൺ പൈപ്പോ? ഇറ്റ് ഈസ് എ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡും, ഈ എൻഡും ഓപ്പൺ ആയിരിക്കും, ഈ എൻഡും ഓപ്പൺ ആയിരിക്കും, ഈ എൻഡും ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഫിഗർ വെക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഫിഗർ 1 എന്ന് കൊടുക്കുക, ഫിഗർ 2, ഫിഗർ 3. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് പഠിച്ചു തുടങ്ങണം. ഇത് പല രീതി ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന്റെ മുമ്പലത്തെ തൊട്ടത്തെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിച്ചില്ല, ഒരു സിമ്പിൾ ആയിട്ട് തിരിച്ചൊന്ന് ചോദിച്ചു. നിങ്ങളുടെ പ്രാക്ടിക്കലിന് ചെയ്യുന്ന റെസൊണൻസ് കോൾ അപ്പാരറ്റസ് ഏത് തരം പൈപ്പാണ്, ആ പൈപ്പിനെ കുറിച്ച് പടം വരച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങാക്കാൻ. അന്നേരം ആ വട്ടം എല്ലാവർക്കും അമ്പേ പാടി. കാരണം ഏത് തരം റെസൊണൻസ് കോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. റെസൊണൻസ് കോൾ അപ്പാരറ്റസ് നിങ്ങൾ സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. റെസൊണൻസ് കോൾ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ക്ലോസ്ഡാ, ഒരു എൻഡ് ഓപ്പൺ ആണ്. കാരണം അതിനകത്ത് വെള്ളം ഒഴിക്കും, എന്നിട്ട് അതിന്റെ വൈബ്രേഷൻ ഒക്കെ കണ്ടുപിടിക്കുന്ന. അന്നേരം ഒരു എൻഡ് ഓപ്പൺ ആണ്, ഒരു എൻഡ് ക്ലോസ്ഡാ. അതായത് ഏത് പൈപ്പാ? ക്ലോസ്ഡ് പൈപ്പാ. കാരണം ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. ഇത് വെള്ളം പോയി കഴിഞ്ഞാൽ അത് റെസൊണൻസ് കോളത്തിന് അപ്പാരറ്റസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അന്നേരം ഇത് ക്ലോസ്ഡും ഇത് ഓപ്പണോ. അന്നേരം എല്ലാവരും എഴുതി, ചിലർ എഴുതി ഓപ്പൺ പൈപ്പ്, ചിലർ എഴുതി ക്ലോസ്ഡ് പൈപ്പ്. കൺഫ്യൂഷൻ വരരുത്. ഒരു എൻഡ് ഓപ്പണും ഒരു എൻഡ് ക്ലോസ്ഡും ആണെങ്കിൽ അത് ക്ലോസ്ഡ് പൈപ്പാണ്. റെസൊണൻസ് കോളം അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോണം ഏതാണ്? ക്ലോസ്ഡ് പൈപ്പാണ്. എല്ലാവരും ഓപ്പൺ പൈപ്പ് എഴുതിയപ്പോഴത്തേന് എന്ത് ചെയ്തു? മാർക്ക് ഫുള്ളങ്ങ് പോയി. അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തുടങ്ങാം.
ആദ്യം ഇതിന്റെ ലെങ്ത് ഒക്കെ ഒന്ന് എടുക്കാം, നമുക്ക് എടുത്തൊന്ന് വെച്ചേക്കാം. ഇത് നിങ്ങൾ നോക്കി, യഥാർത്ഥത്തിൽ ഒരു സ്ട്രിങ് ഫുൾ ലെങ്ത് ഇതാ. ഞാൻ മുമ്പേ പറഞ്ഞു ഫുൾ ലെങ്ത് എത്ര, λ/2 ആ. ഇതിപ്പോ നോക്കി, ഇത് ഫുൾ ലെങ്ത് ഇല്ല, പകുതിയേ ഉള്ളൂ. ഇത് മൊത്തം ചേർന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഫുൾ ലെങ്ത് വരുന്നത്. ഇത് പകുതിയേ ഉള്ളൂ. പകുതിയേ ഉള്ളെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് λ ഇത്രയേ ഉള്ളൂ. ഇത് λ/4 അതിന്റെ ലെങ്ത്, λ/4. ഇതെങ്ങനെ എടുക്കാം? ഇതിന്റെ പകുതിയാവും ഞാൻ ഇങ്ങനെ എടുക്കാൻ പോകും. നോക്കി, നമ്മൾ ശ്രദ്ധിച്ചോണേ. ഇതിന്റെ പകുതി വരുമ്പോഴത്തേന് λ/4, 2λ/4, 3λ/4 കേട്ടോ. ഇങ്ങനെ പഠിക്കണം. ഇത് പകുതി λ/4, അടുത്ത പകുതി 2λ/4, അടുത്ത പകുതി 3λ/4. അടുത്ത നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും പറയും. ഇത് λ/4, 2λ/4, പകുതി 3λ/4, 4λ/4, 5λ/4. ഫിഗർ 3 അങ്ങ് മണ്ടയ്ക്കോട്ട് പോട്ടെ. ഫിഗർ 3 നിങ്ങൾ ഒരിക്കലും ഈ ഇങ്ങനെയുള്ള എഴുതി വെക്കരുതിനകത്ത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെയാണ് ഇത് എഴുതുന്നുള്ളൂ. മനസ്സിലായി? ഇങ്ങനെ എടുക്കുന്നുള്ളൂ. കാരണം ആദ്യത്തെ ഫിഗറിനകത്തെ എല്ലാം ലെങ്ത് എന്ന് പറഞ്ഞാൽ λ/4, മറ്റേ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3λ/4, അടുത്തതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5λ/4. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് ചെയ്യുന്നതെന്ന് നോക്കി. L = λ/4. അതിൽ നിന്ന് λ = 4l. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് λ = 4l. അതെ, നമ്മുടെ മെയിൻ ഇക്വേഷൻ കുഞ്ഞൻ പക്ഷേ ബാഹുബലി v = ന്യൂ λ. അതിൽ നിന്ന് ന്യൂ = v/λ. ന്യൂ = v/λ. ന്യൂ = v/λ പകരം കൊടുക്കാം 4l. ആണ്ട് കിട്ടി ഇക്വേഷൻ നമ്പർ 1. ഉണ്ടോ? സംഭവം കഴിഞ്ഞു. ക്ലിയർ ആയി? ഫ്രം ഫിഗർ 1 എന്ന് കൊടുത്തേക്ക്. ഫ്രം ഫിഗർ 1 നിങ്ങൾ ആദ്യത്തെ പടം വൃത്തിയായിട്ട് 3 ഡയഗ്രംസും വളരെ ഇമ്പോർട്ടന്റ്. ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു വെട്ടിക്കൂട്ടി പേപ്പർ എടുത്ത് വലിച്ചു കയറി കണ്ടെത്തി കളയും. ശ്രദ്ധിച്ചോണം. അന്നേരം L = λ/4, അതിന് λ 4l, v = ന്യൂ λ, ന്യൂ = v/λ, ന്യൂ = v/4l. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? അടുത്തത് ഫ്രം ഫിഗർ 2, രണ്ടാമത്തെ ഫിഗർ. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് L = 3λ/4 ആണ്. രണ്ടാമത്തെ ആയതുകൊണ്ട് ആദ്യത്തെ ഞാൻ ലാംഡ എന്ന് എടുത്തേക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ ആയതുകൊണ്ട് λ1 എന്ന് എടുക്കുന്നു. ആദ്യത്തെ λ1 എന്ന് എടുത്തില്ല, λ എന്ന് എടുത്തു. രണ്ടാമത്തെ 3λ1/4. ഓക്കെ, അതിൽ നിന്ന് λ1 സെയിം പ്രൊസീജിയർ. λ1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 4l/3. 4l/3. ഇനി ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണെ. v = ന്യൂ λ ആണ്. രണ്ടാമത്തെ ഫിഗർ ആയതുകൊണ്ട് ന്യൂ 1 λ1. v = ന്യൂ 1 λ1. ന്യൂ 1 = v/λ1. ഓക്കെ, ന്യൂ 1 = v/λ1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4l/3. ഈ 3 അങ്ങ് മുകളിലോട്ട് പോകും. എന്നാൽ എന്ത് വരും പറഞ്ഞേ? ന്യൂ 1 = 3v/4l. അവിടെ കഴിഞ്ഞു. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. അന്നേരം ഒരെണ്ണം അറിയെങ്കിലും പ്രൊബ്ലം ചെയ്തു പോവാം. അടുത്ത ഫ്രം ഫിഗർ 3. ഫ്രം ഫിഗർ 3 നിങ്ങൾ തന്നെ പറഞ്ഞ പെട്ടെന്ന് പറ. L = ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് 3λ1/4 എന്ന. ഇത് മൊത്തത്തിലുള്ള ലെങ്ത് 5λ/4. അതായത് 5λ2/4. കാരണം ആദ്യത്തെ λ, അടുത്ത λ1, അടുത്ത λ2. അതിൽ നിന്ന് λ2 = 4l/5. കണ്ടോ? ഇനി സെയിം മെത്തേഡ് തന്നെ നോക്കിയാൽ മതി. v = ന്യൂ 2 λ2. ഇവിടെയൊക്കെ എഴുതിയപ്പം ചെറിയൊരു മിസ്റ്റേക്ക് നോട്ടിനകത്തുണ്ടാകും. നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തേക്കാം. ഇനി പഠിക്കാൻ എളുപ്പമല്ലേ. v = ന്യൂ 2 λ2. അതിൽ നിന്ന് ഇങ്ങോട്ട് എഴുതാം. ന്യൂ 2 = അത് രസം എഴുതുന്നതാണ് അല്ലേ? ഇത്രയും വൃത്തിയായിട്ട് ആരും എഴുതുന്നില്ല തോന്നുന്നു. v/λ2. ന്യൂ 2 = v/λ2ന്റെ സ്ഥാനത്തോട്ട് 4l/5. ന്യൂ 2 = 5 അങ്ങ് മുകളിലോട്ട് പോകണം. 5v/4l. ന്യൂ 2 = 5 വേണ്ട, ഇവിടെ വരെ എഴുതിയാൽ 5v/4.
ഓക്കെ, അന്നേരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ് 3 ഫിഗറിലെയും സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ചു. ആദ്യം ന്യൂ ഈസിക്കൽ വി ബൈ 4L, അടുത്തത് ന്യൂ 1 ഈസിക്കൽ ടു 3V ബൈ 4L, ന്യൂ 2 ഈസിക്കൽ 5V ബൈ 4L. ഇനി ഇതിന്റെ റേഷ്യോ അങ്ങ് എടുക്കാം. 3 ഇവിടെ റേഷ്യോ ഇവിടെ എടുക്കും. എന്താണ്ടേ ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കാം. ന്യൂ ഈസ് ടു ന്യൂ 1 ഈസ് ടു ന്യൂ 2 ഈസ് ടു എത്ര വേണമെങ്കിലും അങ്ങനെ എടുക്കും കേട്ടോ. ഈസിക്കൽ ടു ന്യൂവിന് കിട്ടിയ വാല്യൂ എത്ര? V ബൈ 4L ഈസ് ടു 3V ബൈ 4L. 3V ബൈ 4L നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ഇൻറ്റു V ബൈ 4L എഴുതാമല്ലോ. ഈസ് ടു 5V ബൈ 4L നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 5 ഇൻറ്റു V ബൈ 4L ഈസ് ടു എക്സെട്ര എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ നോക്കി, അടുത്ത സ്റ്റെപ്പ് തീർന്നു. ന്യൂ ഈസ് ടു ന്യൂ 1 ഈസ് ടു ന്യൂ 2 ഈസ് ടു എക്സെട്ര ഈസ് ഈക്വൽ ടു V ബൈ 4L എല്ലായിടത്തും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തോന്നു? 1 ഈസ് ടു 3 ഈസ് ടു 5 ഈസ് ടു എക്സെട്ര ന്യൂ 1 ഈസ് ടു ന്യൂ ഈസ് ടു ന്യൂ 1 ഈസ് ടു ന്യൂ 2 ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 3 ഈസ് ടു 5 ഈസ് ടു ഫിക്സ്. അടുത്ത 1 3 5 കഴിഞ്ഞ് അടുത്തത് വരും 7 9 ഇങ്ങനെ പോകും. അന്നേരം അതിന്റെ അർത്ഥം എന്താ? ക്ലോസ്ഡ് വൈപ്പിൽ ഓൺലി ഓഡ് ഹാർമോണിക്സ്. ഓഡല്ലേ 1 3 5 എന്നൊക്കെ പറയുന്നത് ഓഡ് ആണ്. ഈവൻ എന്ന് പറഞ്ഞാൽ 2 4 6 ആണ്, നമുക്കറിയാം മാക്സിൽ. അന്നേരം ക്ലോസ്ഡ് വൈപ്പിൽ ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രസന്റ്. അതിനൊരു പ്രശ്നമുണ്ട്, അത് പിന്നീട് പഠിക്കാം. അപ്പം നിങ്ങൾ ഇത് വൃത്തിയായിട്ട് ഡയഗ്രമായിട്ട് പഠിച്ച് നല്ല എഴുതി പഠിച്ചിട്ട് വേണം ഏത് പഠിക്കാൻ. ക്ലോസ്ഡ് വൈപ്പ് കഴിഞ്ഞ് ഓപ്പൺ വൈപ്പ് പഠിക്കണം. നല്ല വൃത്തിയായിട്ട് ഡയഗ്രാം വരയ്ക്കണം, നല്ല വൃത്തിയായിട്ട് ഡിറൈവ് ചെയ്ത് പഠിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലോസ്ഡ് പൈപ്പ് കഴിഞ്ഞ് ഓപ്പൺ പൈപ്പ് പഠിക്കാൻ നല്ല ഇതുപോലെ വൃത്തിയായിട്ട്. ഓക്കെ, മാർക്ക് ഷുവർ ആണ് കേട്ടോ. അടുത്തത് ഓപ്പൺ പൈപ്പ് ആണ്. വാട്ട് ഈസ് മീൻ ഓപ്പൺ പൈപ്പ്? ഇറ്റ് ഈസ് എ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡ് നിങ്ങൾ നോക്കി പഠനത്തിനകത്ത് രണ്ട് എൻഡും ഓപ്പൺ ആണ്. അങ്ങനെയുള്ള പൈപ്പിനെ പറയുന്നവര് ഓപ്പൺ പൈപ്പാണ്. എന്നിട്ട് നമുക്ക് പതുക്കെ പഠനത്തിൽ വരാം. ആദ്യം ഫിഗർ വെച്ച് നോക്കാം. പകുതി ഇത് പകുതിയാണ്, ഇത് λ/4, ഇത് പകുതിയാണ് λ/4, ഇത് പകുതി ആകുമ്പോൾ λ/4, λ/4ഉം λ/4 കൂടെ 2λ/4, ഇത് λ/4, 2λ/4 പകുതി 3λ/4, 4λ/4. ഇങ്ങനെ ലെങ്ത് എടുക്കാൻ പഠിച്ചാൽ എളുപ്പമാണ്. ഇവിടെ λ/4, 2λ/4, 3λ/4, 4λ/4, 5λ/4, 6λ/4. കണ്ടോ? അന്നേരം ഇതിന്റെ ഫുൾ ലെങ്ത് 4λ/4, ഇതിന്റെ 6λ/4, ഇതിന്റെ 2λ/4. ഇങ്ങനെ എഴുതാം. 2λ/4, ഇത് λ/4, ഇത് 2λ/4. അങ്ങനെ ലെങ്ത് വെച്ച് എടുക്കാം. ഇത് ഒരുപാട് മെത്തേഡ് ചെയ്യാം. അത് നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വെച്ചാൽ ആ മെത്തേഡ് നമ്മൾ ചെയ്യാം. നമ്മൾ ഫിഗർ 1 എടുക്കുകയാണ്. L = 2, ലെങ്ത് നമ്മൾ എടുത്തു 2λ/4. അതിൽ നിന്ന് L = 4 2 അങ്ങ് വെട്ടി. L = λ/2. അതിൽ നിന്ന് λ = 12. അത്രയും ക്ലിയർ അല്ലേ? മറ്റേതുപോലെ തന്നെ V = ന്യൂ λ. അതിൽ നിന്ന് ന്യൂ = V/λ. ന്യൂ = V/λ. ലാംഡയ്ക്ക് വരെ കൊടുക്കാം 12. ഫസ്റ്റ് ഇക്വേഷൻ ആയ ഏതാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അടിപൊളി. ന്യൂ = V/λ വരെ 12. അതായത് ന്യൂ = V/12 ഇക്വേഷൻ നമ്പർ 1. ഇത്രയും ക്ലിയർ. ഓക്കെ, അടുത്ത ഫ്രോം ഫിഗർ 2. ഫിഗർ 2 ശകലം ശ്രദ്ധിക്കേണ്ട ഫിഗർ 2 മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ടും ശ്രദ്ധിച്ചോണം. ലെങ്ത് 4λ/4. അന്നേരം L = ആദ്യം ഞാൻ λ ആയിട്ട് എടുത്തെങ്കിൽ മറ്റേതുപോലെ തന്നെ രണ്ടാമത്തെ λ1 ആണ്. ആദ്യത്തെ λ, രണ്ടാമത്തെ λ1, അടുത്ത λ2. L = 4λ1/4. ഒരു 4ഉം ഒരു 4ഉം ക്യാൻസൽ ആയി. ബാക്കി L = λ1. നമ്മുടെ മെയിൻ ഇക്വേഷൻ V = ന്യൂ 1 λ1 അല്ലേ? രണ്ടാമത്തെ വരും ന്യൂ 1 λ1. അത് ന്യൂ 1 = V/λ1. V = ന്യൂ 1 = V/λ1. λ1ന് പകരം നമുക്ക് L എന്ന് കൊടുക്കാമല്ലോ. അതിന്റെ ഇവിടെ ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. λ1ന് വരെ L എന്ന് കൊടുക്കാം. അത് ന്യൂ 1 = V/L. V/L. L-ന് സ്ഥാനത്താണ് നമ്മൾ ഈ ഇതിൽ നിന്ന് കൊടുക്കണം ഇക്വേഷൻ. അവിടെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. L-ന് സ്ഥാനത്ത് നമുക്ക് λ/2 എന്ന് കൊടുക്കാം. അന്നേരം ന്യൂ 1 = V/λ/2. ന്യൂ 1 = ഈ 2 അങ്ങ് മുകളിൽ പോയി 2V/λ. 2V/λ. λ എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ ഉണ്ട് 12. അങ്ങനെയാണെങ്കിൽ ന്യൂ 1 =
2v by ലാംഡയ്ക്ക് പകരം 12 അന്നേരം nu1 is equal to 2 into v by 12. nu1 is equal to 2 into v by 12. അന്നേരം ഇത് ഫസ്റ്റ് ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് സെക്കൻഡ് ഫിഗർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അല്ലാതെ സെക്കൻഡ് ഫിഗർ വെച്ച് തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ്, നമ്മൾ ഞാൻ എടുക്കുകയാണ് ക്ലാസ്. ഇത് എളുപ്പമാണ്, ഈസിയാണ്. നിങ്ങൾ ഇതായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. ഇത് മാത്രം ഫിഗർ 2 മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫിഗർ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഫിഗർ അറിയാമെങ്കിൽ ഈ രണ്ടാമത്തെ ഫിഗർ മാത്രമേ ഉള്ളൂ ശാലം കൺഫ്യൂസിങ്. അത് പല രീതിയിൽ ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നോക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഫിഗർ 3 എളുപ്പമാണ്. നോക്കിയേ, ഫിഗർ 3ൽ L എന്ന് പറയുന്നത് 6 λ/4 ആണ്. നമ്മളത് മൂന്നാമത്തെ ഫിഗർ ആയതുകൊണ്ട് ആദ്യത്തെ ലാംഡ, രണ്ടാമത്തെ ലാംഡ 1, മൂന്നാമത്തെ ആയതുകൊണ്ട് 6 λ/2/4. ഒരു 4ഉം ഒരു 6ഉം ക്യാൻസൽ ആയി. അന്നേരം L is equal to 3 λ/2/2. അന്നേരം 6ഉം 4ഉം ക്യാൻസൽ ആയി, 3 λ/2/2. അതിൽ നിന്ന് λ2 കണ്ടുപിടിക്കണം. നേരത്തെ അതുപോലെ തന്നെ 2L/3. എന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ പഠിച്ചു പോയി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതി പഠിക്കാം. v is equal to nu2 λ2. അതിന് nu2 is equal to v by λ2. nu2 is equal to v by λ2 ന് പകരം നമുക്ക് കണ്ടു കൊടുക്കാമല്ലോ 2L/3. ഈ 3 അങ്ങ് മുകളിലോട്ട് പോകും. അന്നേരം എന്താ വരും? nu2 is equal to 3v/12. nu2 is equal to 3v/12. ഇത്രയും ക്ലിയർ ആയല്ലോ. nu2 is equal to 3v/12. nu2 is equal to മറ്റേ 3 അങ്ങ് എടുക്കാം. 3 into v/12 ഇക്വേഷൻ നമ്പർ 3. അന്നേരം ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോ അങ്ങ് എടുക്കാം. nu is to nu1 is to nu2 is to etc is equal to v/12 is to 2 into v/12 is to 3 into v/12 is to up to etc. Okay. v/12 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 എല്ലാം ക്യാൻസൽ ആയി. nu is to nu1 is to nu2 is to is equal to 1 is to 2 is to 3 is to up to etc. അങ്ങനെ എത്ര വേണമെങ്കിലും എടുക്കാം. ഇതാണ് ഫൈനൽ ഇക്വേഷൻ, ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഓഫ് ഓപ്പൺ പൈപ്പ്. ഡയഗ്രാം എല്ലാം ക്ലിയർ ആയിരിക്കണം. എല്ലാ ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ഇക്വേഷനും നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കേണ്ട ചാപ്റ്ററിൽ ഒരെണ്ണമാണ് ഓസിലേഷൻസ്. അതിനെക്കാട്ടിൽ വൃത്തിയായിട്ട് ഡെറിവേഷനുള്ള ചാപ്റ്ററാണ് വേവ്സ്. നമ്മൾ ഈ ചാപ്റ്റർ വിട്ടു പഠിച്ചാൽ അതിനകത്തുനിന്നായിരിക്കും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. അന്നേരം ശ്രദ്ധിച്ച് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അന്നേരം ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റെസണൻസ് കോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പ് ആണ്. കാരണം ഒരെൻഡ് അത് ക്ലോസ്ഡ് ആണ്, ഒരെൻഡ് ഓപ്പൺ ആണ്. അതിനകത്ത് ക്ലോസ്ഡ് പൈപ്പ് ആണ്. ഇതിനകത്ത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലാതെ തന്നെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ എന്തുകൊണ്ടാണ് ഓപ്പൺ പൈപ്പ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ക്ലോസ്ഡ് പൈപ്പ് യൂസ് ചെയ്യുന്നില്ല? അതിനുള്ള റീസൺ നിങ്ങൾക്ക് ചിലവർക്ക് അറിയാം, ചിലർക്ക് അറിയത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം മെത്തേഡാണ്. ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ nu is to nu1 is to nu2 is equal to 1 is to 3 is to 5 ആണ്. അവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ഉള്ളൂ ക്ലോസ്ഡ് പൈപ്പിൽ. ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും ഇല്ല. നിങ്ങൾ നോക്കി, 1ഉം 2ഉം 3ഉം എല്ലാം ഉണ്ട്. ഓടും ഈവൻ ഹാർമോണിക്സ് എല്ലാം പ്രസന്റ് എന്ന് പറയുന്നതിന് അർത്ഥം ഓൾ ഹാർമോണിക്സ് ആർ പ്രസന്റ് ഇൻ ഏത് പൈപ്പ്? ഓപ്പൺ പൈപ്പ്. അതുകൊണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വരുമ്പോൾ നമുക്ക് എല്ലാ ഹാർമോണിക്സും വേണം, ഓടും വേണം, ഈവനും വേണം. എന്നാലേ നല്ലൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഗുണം കാണിക്കത്തുള്ളൂ. അന്നേരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഏത് പൈപ്പേ ഉപയോഗിക്കത്തുള്ളൂ? ഓപ്പൺ പൈപ്പ് ഉപയോഗിക്കത്തുള്ളൂ. ബിക്കോസ് ഓൾ ഹാർമോണിക്സ് ആർ പ്രസന്റ് ഇൻ ഓപ്പൺ പൈപ്പ്. അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, അന്നേരം ക്ലിയർ ആയല്ലോ. നല്ല വൃത്തിയായിട്ട് പടം വരച്ച് എഴുതി പഠിക്കേണ്ടതാണ്. സമയം ഇനിയും കളയാൻ ഇല്ല, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം പോലെ പറയുന്നുണ്ട്, ഇതിനകത്ത് ഒരു 5 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷ ചോദിക്കും ബേസിനകത്ത്. ഇതിനകത്ത് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ പഠിച്ച പ്രോഗ്രസീവ് വേവ് ഓർ ട്രാവലിംഗ് വേവ്, 2 സ്റ്റേഷനറി വേവ്സ് ഓർ സ്റ്റാൻഡിംഗ് വേവ്സ്, ഇപ്പൊ നമ്മൾ പഠിച്ച ഓപ്പൺ പൈപ്പ് ആൻഡ് ക്ലോസ്ഡ് പൈപ്പ്, 4 ഇപ്പൊ എഴുതിയേക്കുന്ന ബീറ്റ്സ്, 5 ഡോപ്ലർ എഫക്റ്റ്. ഈ 5 എണ്ണത്തിൽ ഉറപ്പായിട്ട് ഒരു ടോപ്പിക്ക് പരീക്ഷയ്ക്ക് ഉറപ്പാണ് ചോദിച്ചിരിക്കും. അതായത് അങ്ങ് വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് പഠിക്കണം. അന്നേരം അടുത്ത് എഴുതിയിരിക്കുന്ന എന്താണ്? ബീറ്റ്സ് ആണ്. ബീറ്റ്സിൽ ഈ 3 ഡയഗ്രാം ആവശ്യമാണ്. ആദ്യം ഒരു ഡയഗ്രാം വരച്ചു, y1 y2, 2 ഏകദേശം ഒരുപോലെ. അതിനർത്ഥം 2 ഈക്വൽ ഫ്രീക്വൻസി ഉള്ള 2 വേവ്സ്, ഏകദേശം നിയർലി ഈക്വൽ ഫ്രീക്വൻസി. അതാണ് കറക്റ്റ് സെൻസ്. നിയർലി ഈക്വൽ ഫ്രീക്വൻസി. ഒരെണ്ണം ഇപ്പം ഇത് 49 ഹെർട്സ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണല്ലോ ഹെർട്സ്. ഇത് 50 ഹെർട്സ്.
പിന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ഇതാണ്. അന്നേരം നിയർലി ഈക്വൽ ഫ്രീക്വൻസീസ് ഉള്ള രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്താൽ റെഗുലർ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി, കൃത്യമായിട്ട് ഇന്റൻസിറ്റിക്ക് വേരിയേഷൻ ഉള്ള ഒരു റിസൾട്ടന്റ് വേവ് കിട്ടും. അതിനെ പറയുന്ന പേരാണ് ബീറ്റ്സ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നിയർലി ഈക്വൽ ഫ്രീക്വൻസീസ് ഉള്ള രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ, മിക്സ് ചെയ്താൽ കൃത്യമായും വേരിയേഷൻ ഉള്ള റെഗുലർ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി ഉള്ള വേവ്സ് നമുക്ക് കിട്ടുന്നതിനെ പറയുന്ന പേരാണ് ബീറ്റ്സ്. അന്നേരം ഈ മൂന്ന് ഡയഗ്രാം എടുത്ത് വരയ്ക്കണം ബീറ്റ്സ് വയ്ക്കുവാണെങ്കിൽ. അന്നേരം പരീക്ഷ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, 49 ഹെർട്സും 50 ഹെർട്സും ഉള്ള രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിനോമിനൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഇത്രയും നമ്മള് ഇപ്പൊ മൂന്ന് പടമൊക്കെ വരച്ചു കഴിഞ്ഞു. ബീറ്റ്സ് എന്തോ നമ്മൾ പഠിച്ചു, ബീറ്റ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചു, മൂന്ന് ഡയഗ്രാം പഠിച്ചു. ഇനി ഒരു വട്ടം പരീക്ഷയ്ക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ഇസ് സിംപ്ലി ബീറ്റ് ഫ്രീക്വൻസി? പലരും എഴുതിയില്ല. ബീറ്റ് ഫ്രീക്വൻസി എന്താണ്? ഒറ്റ സെൻസേ ഉള്ളൂ, ദി നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ കേൾക്കുന്ന നമ്പർ ഓഫ് ബീറ്റ്സിനെ പറയുന്ന പേരാണ്, ഓർത്തോണം, ബീറ്റ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ബീറ്റ് ഫ്രീക്വൻസി. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ബീറ്റ് ഫ്രീക്വൻസി. ക്ലിയർ ആയല്ലോ എന്താണ് ബീറ്റ്സ്, എന്താണ് ബീറ്റ് ഫ്രീക്വൻസി. അടുത്തതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് സ്റ്റേഷനറി വേവ്സ്, സ്റ്റാൻഡിംഗ് വേവ്സ് അറിയാമെങ്കിൽ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം, പക്ഷെ എഴുതി പഠിക്കാം. ഓക്കെ, അടുത്തത് എക്സ്പ്രഷൻ ഫോർ ബീറ്റ്സ്. എക്സ്പ്രഷൻ ഫോർ ബീറ്റ്സ് നിങ്ങൾ ബോർഡിലോട്ട് നോക്കുമ്പോൾ ബോർഡ് നിറച്ച് വലിച്ച് അങ്ങ് എഴുതിയേക്കുന്ന പോലെ തോന്നും, അയ്യോ ഇത് പഠിക്കണ്ട. അല്ല, എളുപ്പത്തിൽ പഠിക്കാം. ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യും, മറ്റേ സ്റ്റേഷനറി വേവ്സിന്റെ പോലെ തന്നെ രണ്ട് നിയർലി ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴേ നമുക്ക് ബീറ്റ്സ് കിട്ടുന്നത്. അന്നേരം ഒരെണ്ണത്തിനെ y1 ആയിട്ടും y2 ആയിട്ട് എടുക്കാം. അപ്പൊ y1 ഇക്വേഷൻ തെറ്റിയിരിക്കുന്നത് a sin 2π nu1t. നിങ്ങൾ ഈ രണ്ട് സ്റ്റെപ്പ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പക്ഷെ അത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു അധ്യാപന രീതിയിൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ ആദ്യം പഠിക്കത്തില്ലേ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതൊക്കെ y = a sin ωt. y = a sin ωt. ഒമേഗയ്ക്ക് പകരം 2π/t എന്ന് കൊടുത്തു. ഈ ഒമേഗയ്ക്ക് പകരം 2π/t എന്ന് കൊടുക്കുമ്പോൾ എന്താ വരും? y = a sin 2π/t. ഒമേഗയ്ക്ക് പകരം 2π/t into t. 2π/t എങ്ങനെ എഴുതാം? y = a sin 2π into 2π/t എങ്ങനെ എഴുതാം? 2π into 1/t into t. 1/t എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ന്യൂ, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ y = a sin 2π νt. നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയാണ് ഈക്വേഷൻ വന്നത്. നിങ്ങൾ നോക്കിയാൽ a sin 2π νt, അത് y1ന്റെ ആയതുകൊണ്ട് a sin 2π nu1t. അതെങ്ങനെ കിട്ടിയെന്നാണ് ഞാനൊന്ന് പറഞ്ഞു വന്നത്. നിങ്ങൾ ഇവിടെ മുതൽ ഒന്ന് പഠിച്ചു ഓർത്തിരിക്കുകയാണെങ്കിൽ ഓക്കെ. y2 = a sin 2π nu2t nu2 into t. y1 ആയി y2 ആയി. ഓക്കെ, മറ്റേതുപോലെ തന്നെ രണ്ടുകൂടെ കൂട്ടുമ്പോഴാണല്ലോ നമുക്ക് ബീറ്റ്സ് കിട്ടുന്നത്. നിയർലി ഈക്വൽ ഫ്രീക്വൻസി ഉള്ള രണ്ടെണ്ണം y1 y2 കൂട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ y = y1 + y2. സിമ്പിൾ ആയിട്ട് ചെയ്യാം. y = y1 ന് പകരം a sin 2π nu1t plus a sin 2π nu2t. സ്റ്റേഷനറി വേവ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. ഇതിന് രണ്ടിന്ന് ഏത് കോമൺ ആയിട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നതാണ്. രണ്ടിടത്തുനിന്ന് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് a മാത്രമേ ഉള്ളൂ. y = a into sin 2π nu1t plus sin 2π nu2t. ക്ലിയർ ആയല്ലോ? ഇനി sin a plus sin b ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി. sin a plus sin b എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ പഠിച്ചാണ് ചിലപ്പം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. 2 sin a plus v/2 cos a minus v/2. അത് ഞാൻ അങ്ങ് തിരിച്ചെഴുതുകയാണ്. 2 cos a minus v/2 sin a plus v/2. അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമാർഗമാണ്. a ആയിട്ട് നമ്മൾ nu1t എടുക്കുക, b ആയിട്ട് നിങ്ങൾ nu2t എടുക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ മുകളിലുള്ള സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണം. y = a into 2 cos sin a plus sin b എന്ന് പറഞ്ഞാൽ 2 cos a minus b/2. 2 cos അതിന്റെ കൂട്ടത്തിൽ ഈ ഫംഗ്ഷൻ എപ്പോഴും എഴുതണം. 2 cos 2π a minus v/2. എയും ബിയും nu1t nu2t ആണെങ്കിൽ nu1t minus nu2t/2 sin a plus v/2. സൈന്റെ കൂട്ടത്തിൽ എപ്പോഴും ആ ഫംഗ്ഷൻ ഉണ്ട് 2π into nu a plus v/2 nu1t plus nu2t/2. അടുത്ത വളരെ ഈസി സ്റ്റെപ്പ് ആണ്.
a into y is equal a into 2 cos 2pi into nu1t minus nu2t ഏത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം t എടുക്കാം അന്നേരം nu1 minus nu2 into t by 2 nu1 minus nu2 t എന്ന് കോമൺ എടുത്തു into t by 2 മറ്റേടുത്തതുപോലെ തന്നെ sin 2pi into nu1 plus nu2 t യുടെ കോമൺ എടുക്കാം by 2 into t. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് സിമ്പിൾ തീർന്നു. ഈ എ കൊണ്ട് അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റ് എല്ലാം അങ്ങ് ഓപ്പൺ ചെയ്തേക്കുക. എ കൊണ്ട് അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a into 2 എന്ന് പറഞ്ഞാൽ 2a അല്ലേ? അന്നേരം y is equal to 2a cos 2pi nu1 minus nu2 by t sin 2pi nu1 plus nu2 by 2 into t. ഇവിടെ വരെ എഴുതിയ ഫുൾ മാർക്ക്. ഇവിടെ മുതൽ നിങ്ങൾ പഠിച്ച എത്ര സ്റ്റെപ്പ് പഠിക്കണം? 3, 4, 5, 6, 7, 8ാമത്തെ 10 ഫൈനൽ ഇക്വേഷൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തുള്ളൂ ഉറപ്പായിട്ടും. 3 or 4 മാർക്ക്, 4 മാർക്ക് ആയിരിക്കും കൂടുതൽ ബീറ്റ്സ് ഡെറിവേഷൻ. അന്നേരം ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനാണ് ഇത്രയും 2 കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഒരു വട്ടം ബീറ്റ്സ് ചോദിച്ചില്ല, ബീറ്റ്സിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇങ്ങനെ, വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ബീറ്റ്സ്? എല്ലാവരും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ആകെ അറിയാവുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ പറയാം ക്വസ്റ്റ്യൻ കൊണ്ടുവരും എല്ലാം ഇൻഡയറക്റ്റ് അന്നേരം ഇൻഡയറക്റ്റ് അല്ല ഇൻസൈഡിക്കത്തുള്ളതാണ്. ഇതിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. അന്നേരം അതുകൂടെ അങ്ങ് പഠിച്ചോണം. ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞാൽ ഈ ആദ്യത്തെ ടേമ എന്ന് പറയുന്നില്ല ആംപ്ലിറ്റ്യൂഡ്, ഈ ടേമ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എടുക്കുക. 2a cos 2pi into nu1 minus nu2 by 2 into t. ഇത് മനസ്സിലായോ? അടുത്ത ഫ്രീക്വൻസി ഏതാണെന്ന് വെച്ചാൽ ഈ ഫ്രീക്വൻസി മാത്രം എഴുതിയാൽ മതി. nu1 plus nu2 by 2 t എഴുതണമെന്നില്ല. nu1 plus nu2 by 2 ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസിയുടെ ബീറ്റ്സ് അങ്ങ് പഠിക്കുക. അപ്പൊ നിങ്ങളിത് വായിച്ചു പഠിച്ചാൽ എഴുതാൻ പറ്റുമോ ഇല്ലയോ? പറ്റത്തില്ല. വായിച്ച് 10 അല്ല 100 വട്ടം പഠിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തറപ്പിച്ച് എഴുതി പഠിക്കണം. അന്നേരം നിങ്ങൾ എല്ലാ സ്റ്റെപ്പുകളും നോക്കുക. ഈ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങ് പഠിച്ചു നോക്കുക. അന്നേരം ബീറ്റ് ഫ്രീക്വൻസി, എക്സ്പ്രഷൻ ഫോർ ബീറ്റ്സ് ക്ലിയർ. ഓക്കെ, അന്നേരം ഞാൻ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകളെല്ലാം വേവ്സിന്റെ എല്ലാ ടോപ്പിക്കുമാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ സ്കിപ്പ് ചെയ്തല്ല, എല്ലാ ടോപ്പിക്കും പഠിപ്പിച്ചു. നമ്മൾ ഇതുവരെയും വേവ്സിന്റെ മെയിൻ ആയിട്ടുള്ള 5 ടോപ്പിക്ക്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ലാതെ മെയിൻ ആയിട്ടുള്ള 5 ടോപ്പിക്കിൽ പ്രോഗ്രസീവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ്സ്, സ്റ്റേഷനറി വേവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ്സ്, ഓപ്പൺ വേപ്പ്, ക്ലോസ്ഡ് വേപ്പ്, ബീറ്റ്സ്. ഇനി നമുക്ക് ഒരേ ഒരു സാധനമുള്ള ഡോപ്ലർ എഫക്റ്റ്, ഒരു 10 മിനിറ്റ് കൊണ്ട് തീരാനുള്ള ഡോപ്ലർ എഫക്റ്റ്. അതായത് ഇന്നത്തെ വീഡിയോയിൽ അധികം ചേർക്കുന്നില്ല. ഡോപ്ലർ എഫക്റ്റ് പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കൂടെ ചേർത്തിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ 6 യൂണിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. അടുത്ത ആഴ്ച മുതൽ, അതായത് ഈ വ്യാഴാഴ്ച നമ്മുടെ +2 ഫിസിക്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച. അത് നിങ്ങൾ ഉറപ്പായിട്ടും ബാക്കിയൊക്കെ ഷെയർ ചെയ്യുക. സെപ്റ്റംബർ വ്യാഴാഴ്ചത്തെ പ്രത്യേകിച്ചും സെപ്റ്റംബർ 10 വ്യാഴാഴ്ച നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ളതാണ്. +2ന്റെ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിച്ചാൽ എളുപ്പമായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ക്ലാസ് ആണ്. ശനിയാഴ്ച നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള അല്ലാത്ത ശനിയാഴ്ച നമ്മൾ ഈ ചാപ്റ്റർ, അതായത് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർത്തിട്ട് നമ്മൾ അടുത്ത ചാപ്റ്റർ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഒരു ചെറിയ ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം, പാട്ട് പോലെ പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അന്നേരം 7 ചാപ്റ്റർ തീരും. ഞാൻ അതിൻ്റെ അടുത്ത ആഴ്ച വരെ 3 ക്ലാസ് ആക്കുകയാണ്. വീണ്ടും 3 ക്ലാസ് ആക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ എല്ലാ ചാപ്റ്ററും പഠിച്ചതിന് ശേഷം റിപ്പീറ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പഠിച്ചതിന് ശേഷം റിപ്പീറ്റ് ചെയ്യണം, എന്നാലേ അതിന് ഗുണമുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ട് അതെല്ലാം നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് അതുകൂടെ എല്ലാ പ്രോബ്ലംസും ന്യൂമറിക്കൽസും എല്ലാം ചെയ്താൽ അടിപൊളിയാക്കാം. അന്നേരം ഞാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച 5 മണിക്ക് ലൈവിൽ വരും. നിങ്ങളോട് സംസാരിക്കാൻ, ഇൻട്രാക്ട് ചെയ്യാൻ എല്ലാവരും റെഡിയാകുക. സെപ്റ്റംബർ 20 ഞായറാഴ്ചയാണെന്ന് എൻ്റെ വിശ്വാസം. ഞായറാഴ്ച 20 ലൈവിൽ വരും. അന്നേരം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. അന്നേരം ഞാൻ 7 ചാപ്റ്റർ തീർത്ത് 8ാമത്തെ ചാപ്റ്ററായി കാണും. നമ്മളൊരു 70% എത്തി. അന്നേരം ഉറപ്പായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. നന്നായിട്ട് പഠിക്കുക, വേവ്സ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതി വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, വാ അടുത്ത ക്ലാസ് ചെയ്യാം.